ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ചിക്കുമോൻ ഫിലിപ്പ്. അപ്പം നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോപ്പറേറ്റീവ് ലോ ആണ്. നമുക്കറിയാം CACB എക്സാമിന് 15 മാർക്ക്, ക്ലർക്കിന് 15 മാർക്കിനാണ് കോപ്പറേറ്റീവ് ലോയിൽ നിന്ന് വരുന്നത്. എന്നാൽ നമുക്ക് പഠിക്കേണ്ടത് 110 സെക്ഷൻ 201 റൂളുകൾ. അപ്പോൾ പൊതുവെ നമ്മൾ BCom അല്ലെങ്കിൽ JDCയിലൊക്കെ ലോയുടെ കുറച്ച് പോർഷൻസ് മാത്രമാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഇൻഡെപ്തായ ഒരു സ്റ്റഡി നമ്മൾ നടത്തുന്നില്ല. അതുകൊണ്ട് തന്നെ കുറേ പേർക്കൊക്കെ തന്നെ CACB എക്സാമിനോട്ട് വരുമ്പം ലോയുടെ ഫാം കുറച്ച് കൺഫ്യൂഷൻ വരാറുണ്ട്. അപ്പം ലോ നമ്മളാരും കഷ്ടപ്പെട്ട് പഠിക്കേണ്ട കാര്യമില്ല, ഇഷ്ടപ്പെട്ട് നമുക്ക് എന്ത് ചെയ്യാം, കോപ്പറേറ്റീവ് ലോ പഠിക്കാം. അതായത് CACB എക്സാമിന് എന്തൊക്കെയാണോ നമുക്ക് വേണ്ടത് ആ കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ടത്. നമുക്ക് 110 സെക്ഷൻ 201 റൂൾ, അതിൻ്റെ അകത്ത് ഡസൺ കണക്കിന് സബ് റൂളുകളും സബ് സെക്ഷനുകളും ഉണ്ട്. അപ്പം നമുക്ക് എന്തൊക്കെയാണോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, എക്സാമിന് എന്തൊക്കെയാണോ വേണ്ടത്, അതാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു തുടക്കക്കാർക്ക് പോലും ഒരു കൺഫ്യൂഷൻ ഇല്ലാണ്ട് നമുക്ക് കോപ്പറേറ്റീവ് ലോയുടെ ഒരു തുടക്കം മുതലുള്ള പഠനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്കറിയാം KCS ആക്ട് 1969. അതിന് മുൻപ് തന്നെ എന്തുണ്ട്, കേരളത്തിൽ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഉണ്ടായിരുന്നു, അതുപോലെ കോപ്പറേറ്റീവ് ലോകൾ ഉണ്ടായിരുന്നു. അപ്പം അത് ഏതൊക്കെയായിരുന്നു നമുക്ക് നോക്കാം. കോപ്പറേറ്റീവ് ലോസ് ഇൻ കേരള ബിഫോർ KCS ആക്ട് 1969. 1969 KCS ആക്ടിന് മുൻപ് കേരളത്തിൽ എന്തുണ്ടായിരുന്നു, കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഉണ്ടായിരുന്നു, കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻസ് ഉണ്ടായിരുന്നു. കോപ്പറേറ്റീവ് മൂവ്മെന്റ് സ്റ്റാർട്ടഡ് ഈവൻ ബിഫോർ ദി ഫോർമേഷൻ ഓഫ് കേരള സ്റ്റേറ്റ്. കേരളം രൂപീകൃതമാകുന്നതിന് മുൻപ് തന്നെ കേരളത്തിൽ എന്തുണ്ടായി, കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഉണ്ടായിരുന്നു. ട്രാവൻകൂർ, കൊച്ചിൻ, മലബാർ എന്നിങ്ങനെ നമുക്ക് 3 നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ. അപ്പം 1949 ട്രാവൻകൂറും കൊച്ചിൻ കൂടി മേർജ് ചെയ്തു, തിരുക്കൊച്ചി സംയോജനം. അതിന്റെ ഭാഗമായിട്ട് എന്തുണ്ടായിട്ടുണ്ട്, ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഏതൊക്കെയാണ്, ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. എന്നാൽ മലബാർ റീജിയണിൽ ഏത് കോപ്പറേറ്റീവ് ലോ ആയിരുന്നു ഉണ്ടായിരുന്നത്, നമുക്കറിയാം മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആയിരുന്നു പ്രിവെയിൽ ചെയ്തിരുന്നത്. അപ്പം നമ്മൾ ആദ്യം നോക്കാൻ പോകുന്ന കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1913. 1913 കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കൊച്ചിൻ പ്രൊവിൻസിൽ കോപ്പറേറ്റീവ് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തതെന്നാണ് 1911 അല്ലേ. 1911 മുതൽ എന്തുണ്ട്, കൊച്ചിയിൽ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഉണ്ടായിരുന്നു. ദി കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വാസ് enacted in 1913. 1913 കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വന്നത്. ഈ ഒരു വർഷം ഓർത്തിരിക്കുക, 1913 കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വന്നത്. അപ്പം 1912 പ്രത്യേകത ഉണ്ട്. എന്താണ്, 1912 കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് അല്ലെ, കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വന്നത് 1912. അപ്പം അടുത്തെന്താണ്, ഏരിയ ഓഫ് ഓപ്പറേഷൻ. ഈ ഒരു കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രിവെയിൽ ചെയ്തിരുന്നത് കൊച്ചിൻ റീജിയണിലായിരുന്നു. ഇനി സർ രാജഗോപാലാചാരി, നമുക്കറിയാം രാജഗോപാലാചാരിനെ അറിയാം അല്ലെ. രാജഗോപാലാചാരി ആയിരുന്നു എന്ത്, ഈ ഒരു കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1913 ഇനിഷ്യേറ്റീവ് എടുത്ത വ്യക്തി. അപ്പൊ രാജഗോപാലാചാരി എന്ന പേര് നമ്മൾ ഓർത്തിരിക്കുക. ദി ലീഡർഷിപ്പ് ഓഫ് ദിവാൻ സർ AR ബാനർജി. ഈ ഒരു ലോയ്ക്ക്, കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിന് നേതൃത്വം നൽകിയ ആളുടെ പേര് വെച്ച് കഴിഞ്ഞാൽ AR ബാനർജി ആയിരുന്നു. കൊച്ചിൻ സെൻട്രൽ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് വാസ് എസ്റ്റാബ്ലിഷ്ഡ്. ഈ ഒരു കൊച്ചിൻ റീജിയനിൽ എന്തുണ്ടായിട്ടുണ്ടായിരുന്നു, കൊച്ചിൻ സെൻട്രൽ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ അവരൊരു പബ്ലിക്കേഷൻ ഇറക്കിയിട്ടുണ്ടല്ലോ, നമ്മൾ കൊച്ചി റീജിയനിൽ നിന്ന് പബ്ലിഷ് ചെയ്ത മാഗസിൻ ഏതായിരുന്നു എന്നൊക്കെ CACB എക്സാമിന് ചോദിക്കാറുണ്ട്. ഏതാണ്, സഹകരണ പ്രബോധിനി. സഹകരണ പ്രബോധിനിയാണ് കൊച്ചിൻ റീജിയനിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു മാഗസിൻ എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴും പറയാറുണ്ട് എന്താണ്, കൊച്ചിക്കാരൊക്കെ ഒരുപാട് ബോധമുള്ളവരാണെന്ന് പറയാറുണ്ട്. അപ്പൊ പ്രബോധിനിയാണ് ഇവിടെ നിന്ന് കൊച്ചിൻ റീജിയണിൽ നിന്ന് വന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി ഓർക്കണം, മലബാർ റീജിയണിൽ നിന്നുള്ളത് ഏതാണ്, പരസ്പര സഹായി. മലബാർ റീജിയൻകാരെന്താണ്, സഹായികളാണ്, പരസ്പരം സഹായിക്കുന്നവരാണ്. പരസ്പര സഹായി എവിടെ നിന്നായിരുന്നു, മലബാർ റീജിയണിൽ നിന്നായിരുന്നു. എന്നാൽ കൊച്ചിൻ റീജിയണിൽ ഏതായിരുന്നു, സഹകരണ പ്രബോധിനി. കൊച്ചിക്കാർ കുറച്ച് ബോധമുള്ളവരാണ്. അപ്പൊ എന്താണ്, സഹകരണ പ്രബോധിനി എന്ന് ഓർക്കുക. The Edavanakad Service Cooperative Societies Limited No. 1 was the first society registered under this act. അതായത് കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ സൊസൈറ്റി ഏതാണെന്ന് ചോദിക്കുമ്പോൾ എഡവനക്കാട് സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് എന്ന് ഓർക്കുക. പിന്നെ ഒരു സെൻട്രൽ ബാങ്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതെവിടെയായിരുന്നു, അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് തൃശ്ശൂരായിരുന്നു എന്ന് കൂടി ഓർക്കുക. ഇത്രയുമാണ് നമുക്ക് കൊച്ചിൻ റീജിയനുമായി ബന്ധപ്പെട്ട് പറയുവാനായിട്ടുള്ളത്. അപ്പം ഇനി നമ്മൾ പോകുവാൻ പോകുന്ന എവിടേക്കാണ്, ട്രാവൻകൂർ, തിരുവിതാംകൂറിലേക്കാണ് പോകുവാനുള്ളത്. അവിടെ ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഉണ്ടായിരുന്നു അല്ലേ.
ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിന്റെ ഇയർ ഏതാണ്? 1914 അല്ലേ? ട്രാവൻകൂർ ദി ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റേർഡ് അണ്ടർ ദി ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1914 വാസ് ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്. ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ആണ് ഈ ഒരു ആക്ടിന് കീഴിൽ രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ സൊസൈറ്റി എന്ന് ഓർക്കുക. ഈ ഒരു സൊസൈറ്റീസ്, അതായത് ഈ ഒരു ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിന് കീഴിൽ രജിസ്റ്റർ ചെയ്യുന്ന സൊസൈറ്റികളുടെ ലയബിലിറ്റി എങ്ങനെയായിരുന്നു? അൺലിമിറ്റഡ് ലയബിലിറ്റി ആയിരുന്നു ഉണ്ടായിരുന്നത്. നവംബർ 1914 സി ഗോവിന്ദ പിള്ളെ വാസ് അപ്പോയിന്റഡ് ആസ് ദി ഫസ്റ്റ് രജിസ്ട്രാർ ഓഫ് ട്രാവൻകൂർ സ്റ്റേറ്റ്. നമുക്ക് CSEB എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്, തിരുവിതാംകൂർ റീജിയനിലെ ആദ്യത്തെ രജിസ്ട്രാർ ആരാണെന്ന് ചോദിക്കാറുണ്ട്. സി ഗോവിന്ദ പിള്ളയാണ്. ഈ ഒരു പേര് ഓർത്തിരിക്കണം. സി ഗോവിന്ദ പിള്ളയാണെന്ത് ട്രാവൻകൂർ സ്റ്റേറ്റിലെ ആദ്യത്തെ രജിസ്ട്രാർ എന്ന് പറയുന്നത്. ഓൺ 17 നവംബർ 1914 ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് വാസ് രജിസ്റ്റേർഡ് അണ്ടർ ദിസ് ആക്ട്. അതായത് ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് രജിസ്റ്റർ ചെയ്തത് എന്നാണെന്ന് ചോദിച്ചാൽ എന്നാണ്? 17 നവംബർ 1914 17 നവംബർ 1914 ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി ഈ ഒരു 3 വർഷങ്ങൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ പറഞ്ഞിരുന്നു അല്ലേ? ഏതൊക്കെയാണ് ഞാൻ പറഞ്ഞ 3 വർഷം? ഒന്ന് 1912 പറഞ്ഞു, അതിനുശേഷം ഞാൻ 1913 പറയുന്നു, അതിനുശേഷം 1914 പറഞ്ഞു. ഇതെങ്ങനെ ഓർത്തിരിക്കാം നമുക്ക്? ഈ ഒരു 3 വർഷങ്ങൾ നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. നമുക്ക് ICT, തണുത്ത ചായ എന്ന് ഓർക്കുക. ICT എന്താണ് ഐ എന്ന് പറയുന്നത്? 1912 ഇന്ത്യയിൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, നമുക്കറിയാം 1904 ആക്ടിന്റെ ലിമിറ്റേഷൻസ് ഒക്കെ ഓവർകം ചെയ്തുകൊണ്ടാണ് 1912 കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വന്നത് അല്ലെ? കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വന്നു. ഇനി 1913 എന്താണ് സംഭവിച്ചിരുന്നത്? 1913 എന്തുണ്ടായി? കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1913. 1914 ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. അപ്പോൾ ഇങ്ങനെ ICT, തണുത്ത ചായ എന്ന് ഓർക്കുക. അപ്പോൾ 1912 കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വരുന്നു. 1913 കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. 1914 ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. അപ്പോൾ ഈ ഒരു 3 വർഷം നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി ക്രെഡിറ്റ് ഓഫ് സ്റ്റാർട്ടിംഗ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ട്രാവൻകൂർ ഗോസ് ടു സർ പി രാജഗോപാലാചാരി. അതായത് തിരുവിതാംകൂർ സ്റ്റേറ്റിലെ ദിവാനായിരുന്ന സി രാജഗോപാലാചാരി ആയിരുന്നു ട്രാവൻകൂർ സ്റ്റേറ്റിൽ കോപ്പറേറ്റീവ് മൂവ്മെന്റ് തുടങ്ങുവാനായിട്ട് കാരണക്കാരനായത്. ഓർത്തിരിക്കുക ഈ ഒരു പേര്, രാജഗോപാലാചാരി. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും പറഞ്ഞിരുന്നു സി ഗോവിന്ദപിള്ളை. സി ഗോവിന്ദപിള്ളை ആരായിരുന്നു? ട്രാവൻകൂർ സ്റ്റേറ്റിലെ ആദ്യത്തെ രജിസ്ട്രാർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമാണ് സി ഗോവിന്ദപിള്ളை. ആ പേര് നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി ട്രാവൻകൂർ കോപ്പറേറ്റീവ് യൂണിയൻ കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഇൻ 1925. 1925 ട്രാവൻകൂർ കോപ്പറേറ്റീവ് യൂണിയൻ നിലവിൽ വന്നത്. അതുപോലെ നെയിം സബ്സിക്വന്റ്ലി ചേഞ്ച്ഡ് ആസ് ട്രാവൻകൂർ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട്. പിന്നീട് അതിന്റെ പേര് എന്തെന്നാക്കി? ട്രാവൻകൂർ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പിന്നീട് പേര് മാറ്റുകയുണ്ടായി. അവരുടെ ഒരു പബ്ലിക്കേഷൻ ഉണ്ട്, ഒരു മന്ത്ലി മാഗസിൻ ആണ്. അതിന്റെ പേരെന്താണ്? ട്രാവൻകൂർ കോപ്പറേറ്റീവ് ജേണൽ. ട്രാവൻകൂർ കോപ്പറേറ്റീവ് ജേണൽ എന്നൊരു മന്ത്ലി പബ്ലിക്കേഷൻ കൂടി ഇവർക്കുണ്ട് എന്ന് ഓർക്കുക. അപ്പോൾ നമ്മൾ എവിടെയൊക്കെ പറഞ്ഞിരുന്നു? നമ്മൾ ആദ്യം കൊച്ചിൻ റീജിയൻ പറഞ്ഞു, വീണ്ടും നമ്മൾ എവിടെ പോയി? ട്രാവൻകൂറിലേക്ക് പോയി. ഇനി നമ്മൾ മലബാറിലേക്കാണ് പോകുന്നത്. മലബാർ ഡിസ്ട്രിക്ട് ആൻഡ് കാസർഗോഡ് താലൂക്ക് വാസ് ഗവേൺഡ് ബൈ മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1932. 1932 മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആയിരുന്നു നമ്മുടെ മലബാർ റീജിയണിലും കാസർഗോഡ് താലൂക്കിലും നിലനിന്നിരുന്നത്. എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് ഈ ഒരു കറക്റ്റ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അതുപോലെ ചോദിച്ചിട്ടുള്ളതാണ്. മലബാർ ഡിസ്ട്രിക്റ്റിലും കാസർഗോഡ് താലൂക്കിലുമായിരുന്നു എന്ത്? മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നിലനിന്നിരുന്നത് എന്ന് ഓർക്കുക. മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് continued to be operation in the Malabar region till establishment of KCS Act 1969. അതായത് 1969 KCS ആക്ട് വരുന്നോടം വരെയും ഈ ഒരു മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആയിരുന്നു മലബാർ റീജിയണിലും നമ്മുടെ കാസർഗോഡ് താലൂക്കിലും നിലനിന്നിരുന്നത്. അതുപോലെ നമുക്കറിയാം ഇതിന് മുൻപ് കേരളം രൂപീകൃതമായി. എന്നിട്ടും എന്തായിരുന്നു? ഈ ഒരു മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആയിരുന്നു അവിടെ നിലനിന്നിരുന്നത് എന്ന് ഓർക്കുക. അടുത്ത, ഇൻ മലബാർ there were producers and consumers cooperative societies having large share capital. ഒരുപാട് മൂലധനം ഉണ്ടായിരുന്ന എന്തൊക്കെ ഉണ്ടായിരുന്നു? കൺസ്യൂമർ കോപ്പറേറ്റീവ്സും അതുപോലെ പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ്സുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി ദി ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് രജിസ്റ്റേർഡ് അണ്ടർ മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഇൻ മലബാർ റീജിയൻ വാസ്
കൊടുവായൂർ ഐക്യ നാണയ സംഘം അല്ലെ, നമ്മളെപ്പോഴും പറയാറുണ്ട് കൊടുവായൂർ കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പാലക്കാട് അല്ലെ, കൊടുവായൂർ ഐക്യ നാണയ സംഘം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പം ഈ ഒരു മലബാർ റീജിയനിൽ നിന്ന് മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൽ രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ സൊസൈറ്റി ഏതാന്ന് വെച്ചാൽ കൊടുവായൂർ കോപ്പറേറ്റീവ് ബാങ്ക് ഇൻ പാലക്കാട് ഡിസ്ട്രിക്ട് ആണ് എന്ന് ഓർക്കുക. ഇനി ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, നമുക്കറിയാം കേരളം രൂപീകൃതമാകുന്നതിന് മുൻപ് നാട്ടുരാജ്യങ്ങളൊക്കെ എന്ത് ചെയ്തു, യോജിച്ചു അല്ലെ. ട്രാവൻകൂറും കൊച്ചിനും കൂടി, തിരുവിതാംകൂറും കൊച്ചിനും കൂടി എന്ത് ചെയ്തു, മേർജ് ചെയ്തിട്ട് ട്രാവൻകൂർ കൊച്ചിൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു രാജ്യമായിട്ട് മാറിയില്ല, ട്രാവൻകൂർ കൊച്ചിൻ. അപ്പം ഓരോ രാജ്യത്തിനും അല്ലെങ്കിൽ ഓരോ പ്രൊവിൻസിനും അല്ലെങ്കിൽ ഓരോ സ്റ്റേറ്റിനും അവരുടേതായ ലോ വേണമെന്ന് പറഞ്ഞ ഒരു കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തു അല്ലേ. അതേതായിരുന്നു? 1919 മൊണ്ടേക്യു ചെംസ്ഫോർഡ് റിഫോംസ് പ്രകാരം കോർപ്പറേഷൻ എന്തായി, സ്റ്റേറ്റ് സബ്ജക്റ്റ് ആയി. അപ്പോൾ ഓരോ സ്റ്റേറ്റിനും എന്ത് ചെയ്യാം, അവരുടേതായ കോപ്പറേറ്റീവ് ലോ വേണമായിരുന്നു. അപ്പം നമ്മളൊരു ട്രാവൻകൂറും കൊച്ചിനും കൂടെ മേർജ് ചെയ്തു, ഒരൊറ്റ ഒരൊറ്റ സ്റ്റേറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പം ഈ ഒരു സ്ഥലത്ത് 2 ആക്ടുകൾ നിലനിൽപ്പുണ്ടായിരുന്നു അല്ലേ. ഏതൊക്കെയായിരുന്നു? ഒന്ന് രണ്ട് ആക്ടുകൾ നിലനിന്നിരുന്നു. ഏതൊക്കെയായിരുന്നു അത്? ഒന്ന് കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടും മറ്റൊന്ന് ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടും. ഒരേ സംസ്ഥാനത്ത് 2 ആക്ടുകൾ നിലനിന്നത് കൊണ്ട് തന്നെ കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്തു, ഒരു പുതിയ ആക്ട് വന്നു. അതാണ് എന്ത്, ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1951. 1951 ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. അപ്പം അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ട്രാവൻകൂർ കൊച്ചിൻ സ്റ്റേറ്റ് കെയിം ഇൻടു എക്സിസ്റ്റൻസ് ഓൺ 1 ജൂലൈ 1949. അപ്പോൾ ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1951, 1951 ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് അല്ലേ. നമുക്കറിയാം തിരുവിതാംകൂറും കൊച്ചിനും കൂടി മേർജ് ചെയ്ത് തിരുക്കൊച്ചി ആയിട്ട് രൂപം കൊണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താ ഉണ്ട്, തിരുക്കൊച്ചിയിൽ ഒരു കോപ്പറേറ്റീവ് ലോ വേണമായിരുന്നു അല്ലേ. നമുക്കറിയാം 1919 കോർപ്പറേഷൻ എന്തായി, സ്റ്റേറ്റ് സബ്ജക്റ്റ് ആയി. മൊണ്ടേക്യു ചെംസ്ഫോർഡിന്റെ റിഫോംസ് പ്രകാരം സ്റ്റേറ്റ് സബ്ജക്റ്റ് ആയി. അതുകൊണ്ട് തന്നെ ഓരോ സംസ്ഥാനത്തിനും അവരുടേതായ കോപ്പറേറ്റീവ് ലോസ് വേണമായിരുന്നു. അപ്പം തിരുക്കൊച്ചി രാജ്യത്ത് 2 ലോകളായിരുന്നു ഉണ്ടായിരുന്നത്. ഏതൊക്കെയായിരുന്നു? കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടും ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടും. അപ്പോൾ ഒരു ഏകീകൃതമായ നിയമം വേണമെന്നൊരു ആവശ്യം വന്നപ്പോഴാണ് എന്ത്, ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1951 കൊണ്ടുവരുന്നത്. അതായത് ഒരു സംസ്ഥാനത്ത് 2 നിയമങ്ങൾ നിലനിൽക്കാതിരിക്കാൻ വേണ്ടി ഒരു ഏകീകൃത നിയമം വേണമെന്നുള്ള ഇതുകൊണ്ടാണ് 1951 ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നിലവിൽ വന്നത്. അപ്പോൾ ട്രാവൻകൂർ കൊച്ചിൻ സ്റ്റേറ്റ് കെയിം ഇൻടു എക്സിസ്റ്റൻസ് ഓൺ 1 ജൂലൈ 1949. നമുക്ക് GK പാർട്ടിൽ നിന്ന് വേണമെങ്കിൽ ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്, തിരുക്കൊച്ചി നിലവിൽ വന്നതെന്നാണ് 1 ജൂലൈ 1949. 1949 ജൂലൈ 1 തിരുക്കൊച്ചി സംസ്ഥാനം രൂപം കൊണ്ടത്. It was found necessary to have a uniform cooperative law applicable in the entire Travancore Cochin area. അതായത് തിരുക്കൊച്ചി സംസ്ഥാനത്ത് കംപ്ലീറ്റ് ആയിട്ട് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ലോ വേണമായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വന്നത്. In 1951, Travancore Cochin Cooperative Societies Act passed. This act came into force with effect from 1/9/1952. ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിന്റെ ഇയർ എന്നാണ് 1951. എന്നാൽ അത് കെയിം ഇൻ ടു ഫോഴ്സ് വിത്ത് എഫക്ട് ഫ്രം എന്ന് ചോദിച്ചാൽ എന്നാണ്, നമുക്കറിയാം സെപ്റ്റംബർ 1, 1952. സെപ്റ്റംബർ 1, 1952 കെയിം ഇൻ ടു ഫോഴ്സ് വിത്ത് എഫക്ട് ഫ്രം എന്ന് ചോദിച്ചാൽ നമ്മൾ ആൻസർ ചെയ്യേണ്ടത് This act was in force till Kerala Cooperative Societies Act came into force in 1969. 1969 KCS ആക്ട് വരുന്നോടം വരെയും എന്തായിരുന്നു, ഈ ഒരു ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നിലനിന്നിരുന്നു. അപ്പം ഇതുപോലെ ഓരോ സബ്ജക്റ്റും നമ്മൾ എന്ത് ചെയ്യണം, ഇഷ്ടപ്പെട്ട ഏറ്റവും ബേസ് ലെവൽ മുതൽ മനസ്സിലാക്കി പഠിക്കണം. നമുക്കറിയാം സെക്ഷനുകളുണ്ട്, അതിൻ്റെ അകത്ത് നമ്മൾ ഡെഫിനിഷൻ, സെക്ഷൻ 2 ഒരുപാട് ഡെഫിനിഷൻസ് ഉണ്ട്. അതൊക്കെ എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കണം. നമുക്ക് കോപ്പറേറ്റീവ് ലോയിൽ നമുക്ക് കുറേ ദിവസങ്ങളുടെ കണക്കുകൾ പറയാറുണ്ട് അല്ലേ. 30 ഡേ, നോട്ട് ലെസ് ദാൻ 15 ഡേയ്സ്, അതുപോലെ 6 മന്ത്, 2 മന്ത്, അങ്ങനെ ഒരുപാട് ദിവസങ്ങളുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതൊരു കഥ പോലെ നിങ്ങൾ ഓർത്തിരിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിങ്ങനെ ഒരു ബേസ് ലെവൽ മുതൽ നമ്മൾ ഏറ്റവും കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഒരു ബിഗിനേഴ്സ് ബാച്ച് ഉള്ളത്. നമ്മുടെ ഡ്യൂറേഷൻ വരുന്നത് എത്ര നാളാണ്? 6 മന്താണ് നമ്മുടെ ഡ്യൂറേഷൻ വരുന്നത്. നമുക്ക് ടോപ്പിക് വൈസ് സിലബസ് റെക്കോർഡഡ് ക്ലാസ്സുകളുണ്ടാവും. പുതിയ സിലബസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതുപോലെ മെൻറ്റർഷിപ്പ് ക്ലാസ് നമുക്ക് വീക്കിലി 3 മെൻറ്റർഷിപ്പ് ക്ലാസ് ഉണ്ട്. നിങ്ങൾ ഡൗട്ടുകൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യാം, ക്ലിയർ ചെയ്ത് പോകുവാനായിട്ട് പറ്റും. കറക്റ്റായിട്ടൊരു മെൻറ്റർഷിപ്പ് സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടും.
അതുപോലെ ലൈവ് ഓൺലൈൻ സെക്ഷൻ ഉണ്ടാവും, അതുപോലെ കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് നമുക്ക് മനസ്സിലാക്കി പോകാൻ പറ്റും. അതൊക്കെയാണ് നമ്മുടെ ഒരു ബിഗിനേഴ്സ് ബാച്ചിൻ്റെ പ്രത്യേകതയായിട്ടുള്ളത്. അതുപോലെ ഓരോ വീക്കും നമുക്ക് വീക്കിലി എക്സാം ഉണ്ട്, ഡെയിലി എക്സാം ഉണ്ട്. നമുക്ക് ഓരോ ദിവസം നമ്മളെ തന്നെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഒരു തുടക്കക്കാരായിട്ട് വരുന്ന ആളുകൾക്ക് പോലും എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ ഡെവലപ്മെൻറ്റ്, ഓരോ വീക്കിലുള്ള ഡെവലപ്മെൻറ്റ് അവർക്ക് തന്നെ എന്ത് ചെയ്യാം, മനസ്സിലാക്കാൻ പറ്റും. കാരണം നമ്മൾ ഏറ്റവും ബേസ് ലെവൽ മുതലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കും. ഇപ്പോൾ ലോയുടെ കാര്യം മാത്രമല്ല, അക്കൗണ്ടൻസി ആണെങ്കിൽ നമ്മൾ എന്ത് ഡെഫിനിഷൻ മുതൽ, +2 ക്ലാസ്സിലെ ഡെഫിനിഷൻ മുതൽ, അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ മുതൽ ഒരു PG ക്ലാസ്സിലെ SWOT അനാലിസിസ് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാണ് പഠിക്കുന്നത്. എക്സാമിന് എന്താണോ വേണ്ടത് അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയാണ് പഠിക്കുന്നത്. അപ്പം ഈ ഒരു കോഴ്സിലോട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്തിരിക്കാം, ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തിരിക്കാം. നിങ്ങൾ അതിൻ്റെ അകത്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പം എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, നമ്മുടെ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പം നമുക്ക് ഇതുപോലുള്ള ഒരുപാട് യൂസ്ഫുൾ വീഡിയോസുമായിട്ട് നമുക്ക് ഇനിയും കണ്ടുമുട്ടാം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്തേക്കുക, നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്